രാധിക സുജാ ചേച്ചിയോട് ചോദിക്കാം. രാധിക അസ്ലായി പാടി. രാധിക നല്ലോണം പാടി. എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടാണ്. രാധികയുടെ താഴെ നോട്ട്സ് ആണ് രാധിക കുറച്ച് സ്ട്രഗിൾ ചെയ്തു. പിന്നെ ആ സംഗതി ഒന്ന് കറക്റ്റ് ആയിട്ട് പാടൂ. വില്വാദ്രിയിൽ തുളസീദളം ചൂടാൻ വരും ഈ ഒരു പേസ് മറ്റേ പാടിയപ്പോ ഭയങ്കര സ്പീഡ് കൂടി. ഇതിനൊരു സ്പീഡ് ഉണ്ട്. ആ സ്പീഡിൽ കൂടുതലും കറക്റ്റ് സ്പീഡിൽ വന്നില്ല. ഓവർ സ്പീഡിലായി പോയി. അത് മാത്രം ഒരു എനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ തോന്നിയുള്ളൂ. ബാക്കി സ്ഥലങ്ങളൊക്കെ നല്ലോണം പാടി, അസലായിട്ട് പാടി, എക്സെപ്റ്റിംഗ് ദ താഴെ ലോ പോർഷൻസ്. ബാക്കി എനിക്കിഷ്ടായി, നല്ലോണം പാടി. താങ്ക് യു സുജാ ചേച്ചി. ഷിനീസ രാധിക ആ ലോ പോർഷൻസ് പറഞ്ഞല്ലോ, പല്ലവിയിൽ അത് ഹെഡ്ഫോണിൽ നമ്മളിട്ട് കേൾക്കുമ്പോൾ ആ ഡ്രൈ വോയിസ് ആണ് കിട്ടുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ പ്രോസസ്ഡ് അല്ല ഒട്ടും. കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് വരണം. അത് നോട്ട്സ് പാടാൻ വേണ്ടിയിട്ട് ഒരു ഇതാണ് പാടുന്നത് ആ സംഗതി. അല്ലാതെ യു ആർ നോട്ട് എൻജോയിങ് ദറ്റ് സംഗതി. അത് വേണം. അവസാനം എന്താണ് ഇംപ്രൂവൈസേഷൻ? അത് ഉണ്ടോ? അവിടെ വരുന്നുണ്ടോ? അത് ഒഴുക്കി വിട്ടാക്കണം. നമ്മൾ പ്രതീക്ഷിച്ചോളൂ അവൾ താഴെ വന്നു. അവിടെ കൊണ്ട് നിർത്തുമ്പോഴാണ് അതൊരു പ്രോബ്ലമായിട്ട് തോന്നുന്നത്. ഓവറോൾ ഡെഫിനറ്റ്ലി ഗുഡ്, വെരി ഗുഡ്. ശരത് സർ. രാധിക നന്നായിരുന്നു. രാധിക ഫിനിഷിങ് എല്ലാം കുറച്ചും കൂടെ എന്താ പറയണ്ടേ, പോളിഷ് ചെയ്യണം രാധിക. എന്താ ചന്ദ്രിക എന്ന് പറയുമ്പോൾ അതിനൊരു സുഖമുണ്ട് കേട്ടോ. അത് മോളത് ശ്രമിക്കണം. ആ നോട്ടും കൂടെ കുറച്ചും കൂടെ ക്ലാരിറ്റി മോള് പാടി പക്ഷെ കേൾക്കണം, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ സംഗതിയുടെ അണ്ണാച്ചി പറഞ്ഞു, അതങ്ങനെ കൊണ്ട് മൊട്ടയായിട്ട് നിർത്തല്ലേ 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 ഞാൻ എത്രയോ തവണ പറഞ്ഞു അല്ലേ, അത് കേട്ടില്ല. എന്നിട്ട് അത് പാടാതിരുന്നിട്ട് എന്നെ നോക്കി ചിരിക്കുക, ഞാൻ പറ്റിച്ചേന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈടാന്നായി പോയി. എത്ര വായിലെ തുപ്പലെല്ലാം പറ്റിച്ചാ പറഞ്ഞു തന്നെ ഞാൻ. അതാ എന്നിട്ട് എന്നെ നോക്കി എന്തനം ചന്ദ്രിക പാടി പെട്ടെന്ന് എനിക്ക് അതും അത്ഭുതമാണ്. ഞാൻ പറഞ്ഞു പോലെ അത് കണക്ട് ചെയ്താലേ അതിൻ്റെ സുഖം എന്ന് പറഞ്ഞ് കൊണ്ട് കാണിക്കണമെന്നല്ല. ചിലതൊക്കെ അങ്ങ് നമ്മൾ വിചാരിക്കത്തില്ല. ഫിലിം പല പടങ്ങളും കാണുമ്പോൾ രണ്ട് ഭാര്യ ഭർത്താവും കൂടെ ചേർന്നു പിന്നെ അവർ അടി വെച്ച് മരിക്കുകയായിരിക്കും. അത് നമുക്ക് അറിഞ്ഞോണ്ടല്ലോ. പക്ഷെ ഒന്ന് കാണിക്കുക, എന്താ അത് മതി. അത് സായാലും നമ്മുടെ മനസ്സിലുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് കേൾക്കും നമുക്ക്, പാടിയില്ലെങ്കിൽ തന്നെ. അങ്ങനെ ഒരു സുഖമുണ്ട് ആ ബെൻഡ് ചെയ്ത് വിടുമ്പോൾ. തെറ്റില്ല എന്തൊക്കെയായാലും. താങ്ക് യു ജഡ്ജസ്. രാധിക സ്കോർസ് അറിയാം? ശ്രീനിസ 27.5 on 30. താങ്ക് യു ശ്രീനിസ. സുജാ ചേച്ചി 27.5 on 30 again. Sharat sir 27.5 on 30. Thank you Sharat sir. 82.5 on 90. ഇനി 10 എത്ര മാർക്കാണ് നോക്കാം. 8 on 10. 90.5 on 100.